അപ്പോൾ ഗൈസ് കുറേ കാലത്തിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിനി ഇല്ലേ? ഞങ്ങൾ കുറച്ചായിട്ട് എന്താ പറയാ ഒരു ട്രിപ്പ് പ്ലാനിങ്ങിലൊക്കെ ഇനി അങ്ങനെ ഇപ്പോൾ ഡിസംബർ അല്ലേ, നല്ല മഞ്ഞ് വീണ സീസൺ അല്ലേ. അപ്പോൾ ഞങ്ങൾ മണാലിയൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഒരു 3 വർഷത്തായി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് 3 വർഷമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പ്ലാനിങ് ആണ്. മണാലി മഞ്ഞ് കാണാനുള്ള പൂതിയുണ്ട്. അപ്പം അങ്ങനെ അവസാനം ഞങ്ങൾ അതൊക്കെ എന്താ പറയാ സെറ്റാക്കി. പക്ഷെ മണാലി മാറ്റി പിടിച്ച് ഞങ്ങൾ കാശ്മീരായി. ഇപ്പൊ നമ്മൾ ഈ കാശ്മീർ മണാലി ഒക്കെ നമ്മൾ മൂന്നാർ ഊട്ടിയിലൊക്കെ പോയാൽ കുത്തനെ നടന്ന് മൂഞ്ചേണ്ടി എന്നുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ പറഞ്ഞാൽ ഈ ജാക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് നല്ല മഞ്ഞ് വീഴണ സീസൺ ആണല്ലോ. ഡിസംബർ ആണല്ലോ. ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ നന്നായിട്ട് മഞ്ഞ് വീഴണ സീസണാണ്. മസ്റ്റാ കുറെ വിയേഴ്സ് ഒക്കെ മസ്റ്റാ. മീൻസ് നമുക്ക് എന്തായാലും ലെയർ ഞാൻ പറഞ്ഞോളാം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇട്ട ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ 3-4 കൂട്ടം ഡ്രസ്സുകൾ ഇടണം. നമ്മൾ ആദ്യം തന്നെ ഒന്ന് പ്രിപ്പയർ ആവണം കാശ്മീർ പോകാൻ. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും അമ്മ കൂടി കോഴിക്കോട് പോയി ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ആകെ ഞങ്ങൾ ആദ്യം ഡക്കാത്തിലോണിലാട്ടോ പോയി. ഡക്കാത്തിലോണിൽ എന്താ പറയുക കുറച്ച് കായുള്ളവരാണെങ്കിൽ ഡക്കാത്തിലോണിൽ പോയാൽ ഞങ്ങൾക്ക് ഫുൾ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാശ്മീരും മണാലി ഒക്കെ അതേപോലെ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്കുള്ള എല്ലാ സാധനങ്ങളും ഇപ്പം അത്യാവശ്യം ഓവർ പ്രൈസ് ഒന്നും ഇല്ലേ, ഒരു അഫോർഡബിൾ റേറ്റിന് എന്തായാലും കിട്ടും. ജാക്കറ്റ് നല്ല ഹൈ റേഞ്ച് ജാക്കറ്റുകളൊക്കെ ഉണ്ട്. അതായത് 5000, 3000, 4000 നമുക്ക് അത്ര വലിയ ബഡ്ജറ്റ് ഒന്നും നമ്മളില്ലാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും വേണ്ടെന്ന് വെച്ച് ഒരു 1000-1500 സാധനങ്ങൾ ഞങ്ങള് അങ്ങനെ അതെ അത് തെരഞ്ഞു കുറെ നടന്ന് അങ്ങനെ അത് സെറ്റാക്കി. ഈ ജാക്കറ്റും ഒക്കെ ഇന്ന് പോയി എടുത്തത് കേട്ടോ. കാശ്മീർ പോകുമ്പോൾ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ തെർമൽ വിയേഴ്സ് ആണ്. നമുക്ക് കാണിച്ചു കൊടുക്ക് ഈ ഒരു സാധനം. ഇത് ഞാൻ ഡക്കാത്തിലോന്ന് പർച്ചേസ് ചെയ്ത കേട്ടോ. എന്താ പറയുക ഒരു വൂളൻ ടൈപ്പ് സാധനം. അതായത് നമ്മളെ ബോഡീൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റിയൊരു സാധനമാണ് തെർമൽസ്. ഈ ഒരു തെർമൽസ് ആദ്യം നമ്മൾ ഇട്ടിട്ട് വേണം അതിൻ്റെ മുകളിൽ നമ്മളെ ഡ്രസ്സ് അതായത് ഇതേപോലത്തെ ഡ്രസ്സ് ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ ഉഡീസ് ഇടുക. അതിൻ്റെ മുകളിലാണ് നമുക്ക് ഇങ്ങനത്തെ ജാക്കറ്റൊക്കെ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് തണുപ്പ് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. ഇത് തെർമൽസിൻ്റെ ഗ്ലൗ ആണ്. എനിക്ക് അമ്മൂന് ഇങ്ങനത്തെ വാങ്ങി കേട്ടോ. ക്യാപ്പുണ്ട്. ഓക്കെ. ഇതിനൊക്കെ ഈ ഗ്ലൗവിനൊക്കെ എനിക്ക് തോന്നുന്നു 200 ചില്ലാനോ അങ്ങനെ എന്തോ പൈസയുള്ളൂ. പിന്നെ തെർമൽസിന് 400 സംതിങ് അങ്ങനെ എന്തോ അല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പ്രൈസ് ഇതൊക്കെ ഡക്കാത്തിലോന്ന് പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സ് ആട്ടോ. അതന്നെ ഇത് എന്തായാലും ഇടണം. കാരണം ഇത് ഞങ്ങളെ നാട്ടിലുള്ള ഈ ഒരു ജാക്കറ്റ് ഞാൻ നമ്മളെ നാട്ടിലുള്ള ഒരു ഡ്രസ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഒരു എന്തിനാ പേര് അങ്ങനത്തെ ഒരു ഡ്രസ്സിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ്. ഇതിന് ഒരു മൂപ്പര് പറഞ്ഞ 700 റുപ്യേന് ഞാൻ പറഞ്ഞ് എന്താ പറയുക കരഞ്ഞ് മെഴുകി കാല് പിടിച്ച് 600 റുപ്യക്ക് വാങ്ങി. അപ്പോൾ അവിടെ ആകെ ഒരൊറ്റൊരു പീസ് തന്നെ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ചാമ്പി. പിന്നെ അതേപോലെ അമ്മൂന് പിന്നെ നമ്മൾ സ്റ്റുഡിയോ പോയിട്ട് ഒരു ജാക്കറ്റ് വാങ്ങി. ഇതിന് 1000 റുപ്യ ഉള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ ജാക്കറ്റിനെ പറ്റിയൊന്നും നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് ഇട്ടിട്ട് നല്ല ചൂട്. ഞങ്ങൾ ഇവിടെ നിന്ന് കാശ്മീരിൽ എങ്ങനെയാണോ നിൽക്കേണ്ടത് അതേപോലെ ഇവിടെ നിന്നപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലേ. ഈ സാധനല്ലേ അതെ ഇതൊക്കെ നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെർമലിൻ്റെ ഒരു ക്യാപ്പാണ്. നമ്മളെ സാധാ ക്യാപ്പ് ഇടുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇടാനുള്ള ഒരു എന്താ പറയുക നമ്മളെ ബോഡിയിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഇപ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ നമ്മൾ എന്തായാലും പാക്ക് ചെയ്യണം. ഈ ബാഗിലാണ് നമ്മൾ പാക്ക് ചെയ്യണത്. ഈ ബാഗ് കാരണം എൻ്റെ പെങ്ങൾ കൊടൈക്കനാലാണ് പഠിക്കുന്നത്. അപ്പോൾ ഓള് നാട്ടിലെത്തിയപ്പോൾ ഓളേന്ന് അടിച്ച് മാറ്റിയ ബാഗാണ്. അല്ല അമ്മ ഒരു ബാഗ് സെറ്റ് ചെയ്തതിന്. പിന്നെ നമുക്ക് വേണ്ടത് ബൂട്ട്സാണ്. മഞ്ഞിലിടാൻ പറ്റിയ ബൂട്ട്സ് നമ്മൾ നോക്കിയപ്പോൾ അതിന് അത്യാവശ്യം നല്ല വില ഉണ്ടല്ലേ. ട്രക്കിങ്ങിൻ്റെ ബൂട്ടിനും പിന്നെ മഞ്ഞിലിടാൻ പറ്റിയ ബൂട്ടിനൊക്കെ അതേപോലെ 5000, 6000, 2000. റെന്റിന് മഞ്ഞിലുള്ള സ്ഥലത്തെത്തി എന്തായാലും റെന്റിന് കിട്ടും. അതന്നെ ഒരു സാധാ ഒരു ബൂട്ട്സ്. പക്ഷെ അത്യാവശ്യം വെള്ളം കയറില്ല അങ്ങനത്തെ സെറ്റപ്പ്. അപ്പോൾ ഈ ബൂട്ടിൻ്റെ ഉള്ളിൽ എന്താ പറയുക നമുക്ക് എന്ത് ഇടണം, സോക്സ് ഇടണം. അപ്പോൾ സോക്സിന് ഡക്കാത്തിലുള്ള അത്യാവശ്യം റേറ്റ് ഉണ്ട് അല്ലേ. 200, 300 അങ്ങനെ എന്തോ പെയറിന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വുളൻ ടൈപ്പ് അത്ര വലിയ ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമില്ല, പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഒരു വുളൻ ടൈപ്പ് സോക്സ് മുട്ടായി തരുമെന്ന് വാങ്ങിയാൽ 100 റുപ്യക്ക് 3 ജോഡി. അങ്ങനെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല വാങ്ങി. പിന്നെ സോക്സൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനം കേട്ടോ. എന്താ പറയുക നമ്മളെ കാലിൻ്റെ വിരൽ അതേപോലെ എന്താ പറയുക മൂക്ക്, വായ, ചെവി, നമ്മളെ എന്താ എയർ കയറുന്ന ഭാഗം മൊത്തം മറയ്ക്കണം അല്ലേ. പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ തണുപ്പത്ത് നമുക്കൊരു കുഴപ്പമുണ്ടായിക്കോണമെന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറി തിരിച്ച് വരുന്ന ടൈമിൽ ജലദോഷം, പനി, തൊണ്ടവേദന തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങി പെട്ടൊരു പാൻറ്റാണ്. കണ്ടപ്പോൾ ഇതിൻ്റെ ചുരുക്കണ്ടപ്പോൾ പോയി വാങ്ങിയതാ. വാങ്ങിയിട്ട് ഇത് ഞാൻ ഇട്ടൊരു ദിവസം എൻ്റെ എന്താ പറയുക ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഈ സാധനം ഇട്ട് പോയപ്പോൾ എൻ്റെ ചന്തി വേർത്തിട്ടുണ്ട്. കാലിൻ്റെ അടി കൂടെ വേർപ്പൊരിക്കുന്നു.
എയർ കയറില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ അമ്മാരി ചൂട്. അങ്ങനെ ഞാനത് മടക്കി അലമാരിയിൽ എടുത്ത് വെച്ച സാധനമാണ്. പക്ഷെ ഇന്നിക്കത് ഉപകാരപ്പെട്ട്. ഈ സാധനങ്ങൾ ചിലപ്പോൾ വ്ളോഗിൽ കാണാൻ ചാൻസ് കുറവാണ്. നമ്മളെ മെയിൻ സാധനം ഇവിടെ ഇതാണ് മെയിൻ സാധനം. അപ്പം ഞാൻ ഇത് വാങ്ങിയപ്പം ഇത് ഞാൻ അമ്മൂന് കൊടുത്ത് നീ എഡേ. അപ്പോൾ ഇതിൽ അത്യാവശ്യം അറകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, നമ്മളെ പവർ ബാങ്ക്, നമ്മൾ ഈ പവർ ബാങ്ക്, അതേപോലെ ഫോണ്, പിന്നെ നമുക്ക് നമ്മളെ വാലറ്റ്, മൈക്ക് ഉണ്ട്, നമ്മളെ ഗ്രീനാറോൻ്റെ മൈക്ക്. ഇതൊക്കെ ഞാൻ ആവശ്യത്തിൽ പെടുവാറില്ല. ഇതൊക്കെ എപ്പോഴാണ് കണക്ട് ചെയ്യാൻ അറിയാൻ പറ്റില്ല. ഗ്രീനാറിൻ്റെ മൈക്ക് 2500 രൂപേൻ്റെ മൈക്ക്. പിന്നെ അതേപോലെ നമ്മളെ ലൈറ്റ് യുലാൻസി പറഞ്ഞൊരു കമ്പനീൻ്റെ ലൈറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ വ്ളോഗിന്. ഇതിനത്ര വിലയില്ല, 2 സംതിങ് ഉള്ളൂ. വ്ളോഗ് ചെയ്യണവർക്കൊക്കെ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെ 2000 mAh ബാറ്ററി ഉണ്ട്. അത്യാവശ്യം നല്ല ചാർജ് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല ലൈറ്റും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അമ്മൂനെ നിങ്ങൾ നോർമലായിട്ട് കാണുന്നു, ഇത് ലൈറ്റിൽ കാണുന്നു. കണ്ടോ നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പിയായില്ലേ. അപ്പോൾ അതാണ് ഈ ലൈറ്റിൻ്റെ ഗുണം. ഈ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മളെ ഊട്ടി വ്ളോഗൊക്കെ നമ്മൾ എടുത്തിരുന്നത്. എല്ലാത്തിനും എൻ്റെ എല്ലാ വ്ളോഗിലും ഈ സാധനം ഞാൻ കൈ കരുതലുണ്ട്. എനിക്കിപ്പോൾ വാങ്ങിയതിൽ ഏറ്റവും ഉപകാരപ്പെട്ട സാധനം ഇതാണ്. ഇതും പിന്നെ നമ്മളെ മോണോപോഡും. ഇവനാണ് എൻ്റെ എല്ലാം. ഞാൻ കല്യാണത്തിന് റീൽ എടുത്ത് കൊടുക്കാൻ പോകുമ്പോഴും നമ്മൾ വ്ളോഗ് എടുക്കുമ്പോഴും ഇവൻ ഇല്ലാതൊക്കെ നടക്കൂല. ഇവൻ ഉണ്ടാകുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്. പക്ഷേ ഇത് മാറ്റിയിട്ട് ഒരു എന്താ പറയുക ഗിംബൽ വാങ്ങണമെന്നുണ്ട്. ഗിംബൽ ഇപ്പോൾ Insta 360 ഗിംബൽ ഇറങ്ങിയിട്ട് 15,000 രൂപയ്ക്ക് വാങ്ങി തരുമോ? നമുക്ക് വേണ്ട. പിന്നെ അമ്മൂന് നമുക്ക് ഒരു ഷൂ വാങ്ങിയത്. ഇത് നമ്മളെ മുട്ടായി തരുമ്പോൾ വാങ്ങിയാൽ 950 രൂപ. അതിൻ്റെ ഉള്ളിൽ സോക്സ് ഒക്കെ ഇട്ടാൽ സെറ്റ് ആവുമെന്ന് വിചാരിക്കണേ. ഇതല്ലേ ട്രൈപോഡ്. ഞാൻ ജീവിതത്തിൽ ആകെ ഒറ്റ പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ എന്താ പറയുക ആമസോൺ ബേസിക്സ് പറഞ്ഞാൽ ഞാൻ ആദ്യം വേറൊരു കമ്പനീൻ്റെ ട്രൈപോഡ് ഉപയോഗിച്ചിന്. ഇതിപ്പോൾ ആമസോൺ ബേസിക്സ് പറഞ്ഞൊരു കമ്പനീൻ്റെ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രൈപോഡാണ്. ട്രൈപോഡ് വെച്ചിട്ട് അധികം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടാവലില്ല അല്ലേ സത്യം പറഞ്ഞാൽ. നല്ല ഹൈറ്റിലേക്ക് നീട്ടാം. ഇതൊക്കെ എല്ലാവർക്കും അറിയണ സാധനമാണ്. ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണ സാധനമായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇത് ക്യാമറ വെക്കാനുള്ളൊരു സ്റ്റാൻഡ് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ സിനാപ്പിലേക്ക് ഊരി ഒഴിവാക്കി ഫോണിന് പാകത്തിലുള്ള ഒരു കോലത്തിലാക്കിയതാണ്. നമ്മളെ മോണോപോഡിൻ്റെ മുകളിലുള്ളൊരു ഈ ഒരു ജിമിട്ട് സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഉണ്ട പറഞ്ഞാൽ നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ വന്നിനതാണ്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഉപകാരപ്പെട്ടില്ല. പക്ഷേ ഇതിൻ്റെ മുകളിലുണ്ടായതിനെ ഈ ഉണ്ടാക്കി ഉപകാരപ്പെട്ടാണ്. കാരണം ഇത് നമുക്ക് 360 ഡിഗ്രിയിൽ ഇങ്ങനെ തിരിച്ചളിക്കാം. ഉണ്ടോ മനസ്സിലായോ? എനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടല്ലോ. അതേപോലെ ഇതിൻ്റെ മുകളിലത്തെ ഈ സാധനം ഈ മൊബൈൽ ഹോൾഡർ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ഒറ്റയടിക്ക് വാങ്ങിയതല്ല, വർഷങ്ങൾ എടുത്ത് കുറേശ്ശെ 200-300 മാറ്റി വെച്ച് വാങ്ങിയത്. പിന്നെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെയിൻ സാധനമാണ് നമ്മളെ ബോട്ടിൻ്റെ സ്പീക്കർ. ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 4 കൊല്ലത്തായി. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഇല്ല. മുത്താണ് വരെ. ഒരു പ്രാവശ്യം എന്താ ചെക്കന്മാർ കൊണ്ടുപോയി ഞെക്കി പീഞ്ഞിട്ട് ഇതിൻ്റെ ഈ നടുക്കത്തെ സ്വിച്ച് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഞമിങ്ങിയാണ്. വേറെ ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ഒരു മുട പോലത്തെ സാധനമാണെങ്കിലും നല്ല ഉഷാറായിട്ട് സൗണ്ട് വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത ബോട്ടിൻ്റെ സ്പീക്കർ. ഇത് ഞാൻ അന്ന് വാങ്ങുമ്പോൾ ഓഫറിൽ വാങ്ങുമ്പോൾ 900 രൂപയോ അങ്ങനെ തുള്ളിനി. ഞാൻ ഇത് കംപ്ലൈന്റ് ആണെങ്കിൽ എന്തായാലും ഈ സാധനം തന്നെ വാങ്ങാം. ഇത് മതി, നമുക്ക് ഇത് മതി. കണ്ടടയം. ഇതാണ് കോപ്പർ കൊഞ്ചിന്റെ ബ്രാൻഡ് ന്യൂ ബോട്ടിൽ, കോപ്പർ ബോട്ടിൽ. ഇത് നമ്മളെ സാധാ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബോട്ടിലല്ല. ഇത് എന്താ പറയാ കോപ്പർ കൊഞ്ച് എന്ന് പറഞ്ഞൊരു കമ്പനീന്റെ പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കമ്പനി തന്നെയാണ്. അപ്പോൾ ഓൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. നല്ല അടിപൊളി ഡിസൈനാണ്. ഇതിൽ വെള്ളം കുടിച്ചാൽ എല്ലാ മിനറൽസ് കിട്ടി നല്ല ആരോഗ്യവാനായി ഫുൾ ടൈം നമ്മൾ നല്ല പവർഫുൾ ആയിട്ട്. ചൂടില്ല വെള്ളമൊന്നും പറ്റൂലേ? മീൻസ് ചൂട് അങ്ങനത്തെ സെറ്റപ്പ് ഫ്ലാസ്ക് മാറ്റ സെറ്റപ്പ് അല്ല. അത് നമ്മളെ സാധാ വാട്ടർ ബോട്ടിൽ തന്നെ. പക്ഷെ ബെനിഫിറ്റ്സ് കൂടുതലാണ്. നമുക്ക് എന്താ പറയാ മിനറൽസ് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് കോപ്പറാണ്, കംപ്ലീറ്റ്ലി കോപ്പറാണ്. നമ്മളെ സാധാ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല. ഇതിന്റെ ഡിസൈൻ തന്നെ നോക്കി നല്ല. ഇത് എന്താ പറയാ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളൊന്ന് ജസ്റ്റ് വെറുതെ ചെക്ക് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി സാധനം. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടേ? പിന്നെ നമുക്ക് വേണ്ടത് മെഡിസിൻസ്. നമുക്ക് ആവശ്യമില്ല അത്യാവശ്യം വേണ്ട മെഡിസിൻ. ഛർദി, വയറിളക്കം, പനി, ജലദോഷം അതിനൊക്കെ പ്രതിരോധിക്കാം. അതെ. പിന്നെ അതേപോലെ എന്തൊക്കെയാ വാസ്ലിന് സബോളിന് പോലെ തണുപ്പത്തെ നമുക്ക് മോയ്സ്ചറൈസർ ഒക്കെ വേണമെങ്കിൽ അത് ലിപ് ബാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇതൊക്കെ ഇനി ഒന്ന് ബാഗിൽ പാക്ക് ചെയ്യണം. അതെ, അതാണ് ഇനി അടുത്ത ഉദ്ദേശം. അതെ. പിന്നെ ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങൾ നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ശരിക്കും അതെ ഈ സംഭവം ഏറ്റിക്കോണെങ്കിൽ അറിയൂല. മാക്സിമം മിനിമലാക്കി നമ്മൾ എടുക്കണുള്ളൂ. പിന്നെ അവിടെ ചെന്നാ കുളി പിന്നെ നമുക്ക് ഇല്ലല്ലോ. ഇന്നത്തെ ഒരു ഇല്ല. ഇന്ന് നല്ല തേച്ചടിച്ച് കുളിച്ചു. പിന്നെ ഒക്കെ ഒരു കടം കൈക്കലേ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പൊ മിനിമലായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് മിനിമലായിട്ട് പോകട്ടോ. ഓവർ വലിയ ഇതൊന്നും കൊണ്ടുപോകണ്ട. ജസ്റ്റ് ഒരു പാന്റും ജസ്റ്റ് ഒരു ടീഷർട്ട് അങ്ങനത്തെ മിനിമൽ ഡ്രസ് എടുത്ത് പോവാ. പിന്നെ കാശ്മീരൊക്കെ എത്തി നമ്മള് ഫുൾ ടൈം ജാക്കറ്റ് മേടിക്കും. അപ്പൊ പിന്നെ അതൊന്നും വലിയ പ്രശ്നമല്ല. വിട്ട ഡ്രസ് തന്നെയായിരിക്കും മിക്കവാറും.
ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ നമ്മളെ ഫോണിലെ സിം വർക്ക് ചെയ്യില്ല. നമ്മളെ പ്രീപെയ്ഡ് സിം അവിടെ വർക്ക് ചെയ്യില്ല. അവിടെ പോസ്റ്റ് പെയ്ഡ് സിം വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു കണക്ഷൻ എടുക്കണം. അപ്പൊ അത് വലിയൊരു വിഷയമാണ്. നമ്മളെ കൂടെ പഠിച്ച കുറച്ച് ആൾക്കാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോ ആരെങ്കിലൊക്കെ പോസ്റ്റ് പെയ്ഡ് സിം ഉണ്ട് പറഞ്ഞ് തൽക്കാലം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ക്യാമറ നമ്മളെ ഫോണ് ഞാൻ എടുക്കുന്നത് iPhone 14 Proയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് പവർ ബാങ്ക്. ഒരു 2 പവർ ബാങ്ക് വേണം. അപ്പൊ ഞങ്ങൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് പോയാലും പട്ടി ചന്തയ്ക്ക് പോയ പോലെ ആണെന്നുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ സീനൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യും. ഞാൻ എനിക്ക് കിടക്കാൻ ഒരു തിണ്ണ കിട്ടിയാൽ മതി. ഞാൻ അവിടെ കിടന്നുറങ്ങും. ഒരു കുഴപ്പമില്ല. ഈ കണ്ട സാധനങ്ങളൊക്കെ. അപ്പൊ എന്റെ കൂടെ ഗുണം കൂടി ഉള്ളതുകൊണ്ട് ഇവിടെ എന്താ പറയാ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ ഒരു സീനാണ്. ഞങ്ങൾ ട്രാവൽ ക്ലബ്ബ് പറഞ്ഞ ഒരു ടീമിന്റെ കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ മൊത്തത്തിലൊരു 10-35 ആൾക്കാരുണ്ടല്ലേ. അതിന് കുറെ ആൾക്കാർ ഇനി പരിചയപ്പെടണം. എല്ലാവരും ഒരു കമ്പനി ആവണം. എല്ലാവരും അടിച്ച് പൊളിക്കണം. അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ട്. മണാലി കാശ്മീരൊക്കെ പോവാൻ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡക്കാത്തലോണ് പോയാൽ ഡക്കാത്തലോണ് നല്ലൊരു ചോയ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. ഞങ്ങൾ പിന്നെ എന്താ പറയാ ഓവർ പൈസ പൊട്ടിക്കേണ്ട വിചാരിച്ചിട്ടാണ് കുറച്ച് ആവശ്യമുള്ള തെർമൽ വിയേഴ്സ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പിന്നെ കുറച്ച് സാധനങ്ങൾ കോഴിക്കോട് അവിടെയൊക്കെ പോയി തണ്ടി തിരിഞ്ഞ് നടന്ന് കമ്പനിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ പോയാൽ മതി അല്ലേ. ഓരോന്നൊക്കെ വാങ്ങിയിട്ട് അതെ. കാരണം ഇതിനോട് ഇനിയിപ്പോ എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ആവശ്യം വരും ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ കുറെ കാലം അത് അലമാരിൽ എന്തായാലും മടക്കി കിടക്കേണ്ടി വരും ഈ ഒരു യാത്ര പോയി വന്നാല്. അപ്പോൾ എന്താ പറയാ ഓവർ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ അടിച്ചു പൊളിച്ച് പോകണം. പിന്നെ കാശ്മീർ മണാലിയൊക്കെ പോണവരാണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് മൂക്ക് വായ ചെവിയൊക്കെ അടച്ചിട്ട് വേണം പോകാൻ. കാരണം നല്ല തണുപ്പാണ്. സീനാണ് അല്ലേ. പനി ജലദോഷം ഒക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ നമ്മുടെ ട്രിപ്പിനെ സാരമായി ബാധിച്ചേക്കാം. ഫുഡ് പുതിയ ആൾക്കാരെ കാണണം. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഞങ്ങളെ കൂടെ പഠിച്ച തന്നെ ഒരു 10-11 ആൾക്കാരുണ്ട്. ടീം എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൈബാക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പം എന്തായാലും ഞങ്ങളെ കൂടെ ഉണ്ടാവണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനി നമ്മളൊരു കാശ്മീർ സീരീസ് തന്നെ തുടങ്ങാൻ പോകട്ടെ. കുറച്ച് കാലത്തിന് ഫുൾ കാശ്മീർ ആയിരിക്കും. പിന്നെ എല്ലാം മഞ്ഞ്. ലോകത്തിൽ ഏതെങ്കിലും കോണിൽ നിന്ന് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ ചെയ്യുക. പിന്നെ ഇനിയിപ്പോ ഇതൊക്കെ പാക്ക് ചെയ്യട്ടെ. ഇനി അടുത്ത ഇതേമാതിരത്തെ കുറച്ച് വീഡിയോസ് ആയിട്ട് ഇനി നമുക്ക് പിന്നെ കാണാം. അപ്പൊ ഗായ്സ് ഞങ്ങൾ നടന്ന് കുഴങ്ങി ഗായ്സ്. അതെ ഗായ്സ്. അയ്യോ കുണ്ടിക്കൊക്കെ നല്ല സുഖം. നിതംബങ്ങൾക്കൊക്കെ നല്ല സുഖം ഗായ്സ്.